ഗുഡ് മോർണിംഗ്. ഇന്ത്യൻ പാർലമെന്റിൽ നുണ പറയുന്നതിൽ മത്സരിക്കുന്ന 3 നേതാക്കന്മാരാണ്. 1 രാഹുൽ ഗാന്ധി, 2 കേജ്രിവാൾ, 3 അഖിലേഷ് യാദവ്. ഈ 3 പേര് തമ്മിൽ മത്സരമാണ് ഏറ്റവും വലിയ നുണയനാരാണുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഈ രാഹുൽ ഗാന്ധിയുടെ ദൃഷ്ടാന്തം ഇന്നലെ കണ്ടു. അതായത് മൈക്ക് ഓൺ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വേറുണ്ടാക്കി. അവസാനം മൈക്ക് ഓണായിരുന്നു, പിന്നെ പുള്ളി കൈകൊണ്ട് തന്നെ മൈക്ക് ഓഫാക്കി, വീണ്ടും ഓണാക്കി സംസാരിച്ചു. എന്തിനാണപ്പാ ഈ നാളെ ഓക്കെ എന്നിട്ട് പറഞ്ഞ ഡയലോഗുകളോ അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എല്ലാ ഡയലോഗും കഴിയുമ്പോൾ മനസ്സിലാവും ഇങ്ങേര് BJPയുടെ ഐശ്വര്യമാണെന്ന്. അതുകൊണ്ട് ഇങ്ങേരെ ഉള്ളിടത്തുനിന്ന് കാലം BJPക്ക് പേടിക്കേണ്ട കാര്യം. അങ്ങനെ പെക്കലങ്ങളെ കുറിച്ച് BJPനെ ആജീവനാന്ത കാലം അധികാരം നിർത്തിക്കോളും. ഇവരിങ്ങനെ തുടർന്ന് പോയാൽ മാസം വരെ സംഗതി എല്ലാം ഭംഗിയായിട്ട് നടക്കും. ഇനി നമുക്കത് ഉപയോഗമാണ്. ഓക്കെ. So these are the 3 categories. Student, idiot, मेरे जैसा बेवकूफ इस देश में नहीं है, and अंधभक्त who follows the idiot. देश को एकता रखने के लिए राहुल गांधी जी अपना जान दे, उनके शरीर के टुकड़े टुकड़े हो गए. मेरी दादी इंदिरा गांधी जी भी एक इसी तरह की महापुरुष थी, पुरुष नहीं थी. അന്ധഭക്തി മറ്റുള്ളവരെ പറഞ്ഞാൽ പോരാ. അപ്പൊ ഈ കാണുന്നത് അന്ധഭക്തി അല്ലേ? തുടക്കത്തിൽ പറഞ്ഞതിലൊരു ചെറിയ തിരുത്തുണ്ട്. ഞാൻ പറഞ്ഞു പാർലമെന്റിലെ 3 നുണയന്മാരെന്നാണ്. പാർലമെന്റ് എന്നുള്ളത് മാറ്റി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നാക്കി മാറ്റണം. അത്രേ ഉള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ അന്ധഭക്തിയുടെ ലക്ഷണമാണിത്. അതായത് ആദ്യം അമ്മയുടെ അന്ധഭക്തിയായിരുന്നു, ഇപ്പൊ മോന്റെ അന്ധഭക്തി. അത്രേ ഉള്ളൂ. അന്ധഭക്തരെല്ലായിടത്തും ഉണ്ട്.